Wait. Oh, I'm sorry. Thanks. I'm very sorry. It's okay. New admission? Yeah. I'm Smita. I'm Gauri. I am Lucy just now. Hello. Hi everybody. I am Hari. മലയാളത്തിൽ ഹരി എന്ന് വിളിക്കുന്നു. I am Vinod. മലയാളത്തിൽ ആക്കിയതാണല്ലേ. ഞങ്ങളും ഈ കോളേജിലാണ് പഠിക്കുന്നത്. ഞങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. നിങ്ങളോ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആണ്. അബ്ഡോമൻ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ എന്നടേ? അതെ സാർ. അമ്മേന്റെ ചെയ്യാം സാർ. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവരാദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷം ഒന്നും കാണാറില്ല. എങ്ങനെയും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കുല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്തൊരു ജോലിയും വാങ്ങി വെറുതെ പല്ലിന്റെ ഇട കുത്തി ഇരിക്കാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാനങ്ങനല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞ? എന്നോട് തർക്കിക്കുന്നോ? ഓ, ഇവനാര്? അർണോൾഡ് ശ്വാസ്നികർ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താണോ? എടോ ഒക്കെ പഴയ കാലം. ഞാനിവിടുത്തെ പ്യൂണാ. എന്താ പ്യൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചതിൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുത്തനാ. ആരാ? ഒരു അർജുൻ. അവനാര്? പാണ്ഡവനാ? അതാ ഒരു കാര്യം, ഞാൻ കൊണ്ട് മാറിയെന്ന് 3 പ്രാവശ്യം ഒരു പേര് ഉറക്ക വിളിക്കേ. ആരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാർ അർജുൻ, അർജുൻ, അർജുൻ. സ്കേറ്റിംഗ് ചാമ്പ്യനാണല്ലേ? അല്ല, തെന്നിപ്പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണേലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? ഹായ്. ഹായ്. ഇതെന്റെ അനിയത്തി ഗൗരി. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു എന്റെ പെങ്ങളാവണേ. ഇതാരാണെന്ന് നിനക്കറിയോ? ടിനു. നളിൻ. ആക്ഷൻ. കോളേജ് ഹീറോയെ പറ്റി ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈ ജംപ് ചാമ്പ്യൻ. പഠിത്തത്തിൽ അത്ര മോശമല്ല, എന്നാ എല്ലാതരം തോന്നിയാസങ്ങളുടെയും നേതാവ്. എന്താ ശരിയല്ലേ? അത് പിന്നെ. ഹലോ. ഇത് ചക്രവർത്തി. ചക്രവർത്തി എന്ന് പേരേ ഉള്ളൂ. കുചേലന്റെ മോനാ. ഓ മച്ചാ, ഞാൻ പ്രഭുവിന്റെ മോനാ. പ്രഭാകരൻ നായരപ്പുഴ പ്രഭു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പ്രിൻസിപ്പൽ നോക്കി പരിചയപ്പെടലൊക്കെ പിന്നെ. ഓക്കേ, സീ യു. ബൈ ടിനു, നളിൻ. ആക്ഷൻ. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. ആ, മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചുള്ളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചുള്ളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി.
അല്ല ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്ക്, അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? നന്നായി. അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണറ്, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് നേരത്തെ കാലത്തെത്തി തില്ലാന തേരിൽ തത്തി കിന്നാരത്തിങ്കൾ തന്നു കാണാ കൈനീട്ടം മാറത്തെ മിന്നൽ ട്രാക്കിൽ മാരത്തോൺ ഓട്ടം കാണാൻ തുമ്പപ്പൂ പട്ടം കെട്ടും കാറ്റും കൈനീട്ടം വീണെന്നാൽ ചങ്കും പാട്ടം വീണിലെ ചായനും ഫീൽഡിൽ ശുദ്ധം the place you gotta be, just where right you wanna be. That's where you and I see, and they'll always let you free. Cause they know you're part of me, and I'll always let you be, let you be, let you be. As you are, will you be? ശ്രീരാമൻ സീതയെ നേടിയതുപോലെ കറങ്ങുന്ന ചക്രത്തിലിരുന്ന പക്ഷിയുടെ കണ്ണിൽ അസ്ത്രം പെയ്ത് അർജുനൻ പാഞ്ചാലിയെ സ്വന്തമാക്കിയതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചാക്കോച്ചൻ സുന്ദരിക്കുട്ടിയായ വത്സമ്മയെ നേടുന്നതിനായി തെറ്റാതെ അടുപ്പിച്ച് 5 പ്രാവശ്യം ബോൾ ബാസ്കറ്റ് ചെയ്യാൻ പോവുകയാണ്. പാഞ്ചാലിയെ ഷെയർ ചെയ്തോ? അതൊക്കെ ചാക്കോ
ചാക്കോച്ചന്റെ ഇഷ്ടം. ചാക്കോച്ച ഓർമ്മയുണ്ടല്ലോ, തെറ്റിയാ മീശ പോകും. Come on. ഇവന്റെ മീശ പോകുന്നുള്ളത് ഉറപ്പാ. അല്ല അവന്റെ അദ്ദേഹം ആദ്യ സംരംഭം വിജയിച്ച് രണ്ടാമത്തതിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്തോ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ഈ ലവും മീശയും കൂടെ മിക്സ് ആക്കരുത്. മീശ പോയി. ഒരു മിനിറ്റ്. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചാക്കോച്ചനെ രക്ഷിക്കണമെന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തുടർച്ചയായി വെറും 4 പ്രാവശ്യം ബാസ്കറ്റ് ചെയ്താൽ മതി. ജയിച്ചാൽ ചാക്കോച്ചന്റെ മീശ പോകില്ല, തോറ്റാൽ രണ്ടുപേരുടെയും മീശ പോകുന്നതാണ്. ആരുമില്ല. സോറി ചാക്കോച്ച. ചാക്കോച്ചന്റെ ഫ്രണ്ട്സിന് അല്പം പോലും സ്നേഹമില്ല. അപ്പോ നമുക്ക് കർമ്മത്തിലേക്ക് കടക്കാം. അയ്യോ, എന്തുവാണ് ഇത്? സൗദി അറേബ്യ ബാസ്കറ്റ് എനിക്ക് മീശ കളയോത്രേ. എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ. പടക്കൂ. ഹായ് റൺ. അല്ല മച്ചത് എന്ത് കണ്ടിട്ട് ചിരിക്കണേ? നാളെ മച്ചയ്ക്ക് അവളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും ട്ടോ. അവളെങ്ങാനും മച്ചയോട് ബാസ്കറ്റ് ചെയ്യാൻ പറഞ്ഞ സർവ്വതും കൊളാവും. അതെന്താടാ അങ്ങനെ? അയ്യേ മച്ച മീശില്ലാതാണ് ഭയങ്കര വൃത്തിയാടാ. നിന്റെ അയ്യോ, പടമുണ്ടാനും പോലെ കക്കൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിനും പൈപ്പില്ല. എല്ലാ സമയത്തും ഇപ്പൊ ഇതും കൂടെ ഓടാൻ പറ്റുമോ? ഞാൻ കേരട്ടാ. എനിക്ക് ബിസി. എടാ ഇത് ക്ലാസ് റൂം അല്ല, ബാത്റൂമാ. അയ്യോ, പെറ്റ തള്ള പൊറുക്കുകയല്ലേ. ഓ, നിനക്ക് എന്താണോ കഴിക്കുന്നത്? എടാ അത് എന്റെ കക്കൂസാടാ. നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതോ? ഇരിപ്പ് കെട്ടി കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയല്ലേ? അയ്യോ, എന്റെ ശബരിമല മുരുക. അയ്യോ, ആരെങ്കിലും ഒന്ന് ഇറങ്ങിത്താടാ. സീരിയസ് ആണോ? അയ്യോ, എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? അയ്യോ, എടാ ഞാൻ കേറട്ടാ. ഇതിന്റെ ഷോ കഴിഞ്ഞോ? ഓ, ഇതിന് വെറും മുനിസിപ്പാലിറ്റി ആണ്. അയ്യോ, മോർണിംഗ് സർ. കുളിയും പല്ലുളിയായിട്ടൊക്കെ നടന്നോ? പോയി പ്രാക്ടീസ് ചെയ്യണോ? പ്രാക്ടീസ് ചെയ്യ്. അയ്യോ, കോർപ്പറേഷൻ യെസ്. കക്കൂസൊക്കെ ക്ലീൻ ആയി. ഇനി കുളിമുറി ക്ലീൻ ചെയ്തോളൂ. കുളിമുറി അല്ലടാ, നിന്റെ ക്ലീൻ ചെയ്യേണ്ടത്. അയ്യോ, സോറി, കക്കൂസ് മാറി. അല്ല, ആള് മാറി. Listen, പ്രാക്ടീസ് മുടക്കരുത്. പ്രാക്ടീസ് മുടക്കരുത്. എന്താ ചേട്ടാ ഇത്? എപ്പോ വിളിച്ചാലും പരിധിക്ക് പുറത്ത് മാത്രം പറയുന്നത്. വേറെ ആരും വിളിച്ചിട്ട് കംപ്ലൈന്റ് ഇല്ലല്ല. നീ വല്ല പെമ്പിളരെയൊക്കെ വിളിച്ചത് അല്ലേ? അത് പറ. അപ്പൊ ടെലിഫോൺകാർക്ക് വരെ മനസ്സിലായ മോനെ നിങ്ങളുടെ പെരുമാറ്റം പരിധി വിട്ടതാണെന്ന്. അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ പരിധിക്ക് പുറത്താണ്, നിങ്ങൾ പരിധിക്ക് പുറത്താണ്. മനസ്സിലായില്ലേ? ഒരു സാധു വ്യത്യാസം ഇന്നലത്തെ വല്ല ആണോ? തോന്നിയാസം പറയരുത്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ഈ ക്യാൻറ്റീൻ മാത്രമല്ല ലോകത്തൊരു ക്യാൻറ്റീൻ തുറക്കൂല. അപ്പൊ ശനിയാഴ്ചത്തെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ. നിന്റെ അപ്പം വന്നുണ്ടോ പിന്നെക്കോ? അപ്പൊ ഇത് വെള്ളിയാഴ്ചത്തെയാണോ? വെള്ളിയാഴ്ച ആഴ്ച ഒന്നും എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ തന്നെ ഉണ്ടം പൊരിക്കൊക്കെ എന്താ ആഴ്ച. പക്ഷെ ഒരു കാര്യം ഉറപ്പ് തരാം, ഇത് തിന്നാ ആരും ചാവൂല. അതെന്റെ ഉറപ്പ്. എന്റെ ഉറപ്പോ? അതെന്തുറപ്പ്? അല്ല, ഈ ടി വിയിലെ പരസ്യത്തിൽ മോഹൻലാലിന്റെ ഉറപ്പ് നിനക്ക് കുഴപ്പമില്ലേ? എടാ ഒരു ഉണ്ടം പൊരിക്ക് ഞാൻ ഉറപ്പ് നൂറാ. ഒരു 10 ഉണ്ടം പൊതിഞ്ഞെടുത്തോ വീട്ടിൽ കൊണ്ടുപോകാനാ? വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കാനായിരിക്കും. ഈ വീടിന്റെ പരിസരത്തൊക്കെ പട്ടികളുടെ ഭയങ്കര ശല്യോ. പട്ടികളെ എടുത്ത് കൊല്ലാനാ. ആ പട്ടികളെ കഴിക്ക്. അല്ല നിങ്ങൾ കഴിക്ക്. നിങ്ങൾ വന്നേ, നിങ്ങൾ വാടാ. എന്തിനാ? വില തുച്ഛം ഗുണം മെച്ചം. ആരും അറിയാതെ റൂമിൽ വെച്ച് പ്രാക്ടീസ് ചെയ്തു. നന്നായി ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം പ്രേമം പറഞ്ഞാൽ മതി. മീശ പോവില്ല. പിന്നെ വാടകയോ ഒരു ദിവസത്തേക്ക് 5 രൂപ മാത്രം. ഓൺലി 5 rupees. ഇതെന്താടത് മീമ്പല്ലേ? അപ്പ അറിഞ്ഞില്ലേ? ഇവനാ സ്മിതയോട് ഇഷ്കി ഇഷ്കി പ്യാര് പ്യാര്. അതുകൊണ്ട് ഇവൻ തോറ്റാ പകുതി മീശ പോവും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനാ.
പ്രേമോ? ആണോടാ? അവക്ക് നിന്നോട് ഇഷ്ടമുണ്ടോ? ഉണ്ട്. അവളുടെ ഫ്രണ്ട്സിനെ പഠിച്ചിട്ട് ആ കുട്ടി എന്നോട് പറയാത്തതാ. എങ്കിൽ അവളോട് ആരും ഇല്ലാത്ത നേരത്തെ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി. പറഞ്ഞ എടാ, നിന്നോട് യഥാർത്ഥ ഇഷ്ടമുണ്ടെങ്കിൽ ആ കുട്ടി ഈ വിവരം ആരോടും പറയില്ല. ഇവൻ അങ്ങനൊക്കെ പറയോട്ടാ. പകുതി മീശ പോയ നിനക്കാ മോശക്കേട്. ഇയാളുടെ മീശ പോയത് ഇങ്ങനെയാണ്. ഞങ്ങക്ക് പാരമ്പര്യമായിട്ട് മീശയില്ല. ഞങ്ങളുടെ വീട്ടുകാരൻ അങ്ങനല്ലേ, മീശയില്ല പറമ്പില്ല ആലി. ഈ അഡ്രസ്സിൽ കത്ത് കിട്ടുമോക്ക് കിട്ടും നോക്കല്ലോ. എടാ, ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവനെ എന്തെങ്കിലും നേടും. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങളൊന്ന് ഞാൻ നിക്ക് റിസ്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തത്. നീ കഴിഞ്ഞ ആഴ്ച പനി പിടിച്ചപ്പോ ഒരു പാക്കറ്റ് റിസ്ക് വാങ്ങിച്ചിരുന്നു. അതിന്റെ കാശ് തന്നിട്ടില്ല. ചായ നിനക്കറിയില്ല ഞാൻ ഈ ക്യാൻറ്റീന്ന് സാധനം കഴിക്കാറില്ലെന്ന്. മനുഷ്യന്മാരെ കൊല്ലാനായിട്ടൊരു സാധനം വന്നിരുന്നു. മനുഷ്യന്മാരെ കൊല്ലുന്ന സാധനം എനിക്ക് എന്ത് തന്നത്? എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? എന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. സാർ എന്തു പറ്റി സാർ? കാറെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. സോറി. അറിയാത്ത പുള്ള ചൊറിയും പറയും. എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് മോളെ. പക്ഷേ ഒന്ന് മാത്രം അറിയാം, ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടെങ്കിലും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, എനിക്ക് എന്റെ സ്മിതയെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്. ഹലോ, പോകുവാണോ? എഴുത്തിലെ വീറൊക്കെ കണ്ടപ്പോ ഞങ്ങള് വിചാരിച്ചു ആൺകുട്ടിയായിരിക്കും. കളിയാക്കണ്ട. ഒരാണിനൊരു പെണ്ണോട് ഇഷ്ടം തോന്നുന്നത് പറഞ്ഞാ അതൊരു പുതിയ കാര്യമൊന്നുമല്ല. അതിനിങ്ങനെ 5 പ്രാവശ്യം ബാസ്കറ്റ് ബോൾ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വിവരക്കേണ്ട കൂടുതലാ. ഹലോ, കൂടുതൽ ഡയലോഗ് ഒന്നും കാച്ചണ്ട. കൂട്ടുകാരനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാണെങ്കിലേ താങ്കളൊന്ന് ട്രൈ ചെയ്ത് സഹായിക്കും. വെറുതെ വേണ്ട ആശാനെ. ജയിച്ച പരസ്യമായി എന്റെ വക ഒരു കിസ് കൂടി തരാം. ആർക്കും ഈ ഓഫർ സ്വീകരിക്കാം. പോയാലൊരു മീശ, കിട്ടാനൊരു കിസ്. ഒന്ന് ട്രൈ ചെയ്യാ. അയ്യോ, ഇത്രയും നല്ലൊരു ഓഫർ തന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ധൈര്യം ആർക്കുമില്ലേ? നിങ്ങളൊക്കെ പുരുഷ ഗണത്തിൽ പെടുന്നവർ തന്നെ അല്ലേ? സ്വീകരിച്ചുകൊണ്ട് ഒരു ആൺശിങ്കക്കുട്ടി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാരും കൈയടിച്ചേ. ഇവനെന്തിനുള്ള പുറപ്പാടാ? വീഴ്ച കളയാനുള്ള പുറപ്പാടാ. ഇദ്ദേഹത്തിന്റെ ആദ്യ സംരംഭം വിജയിച്ചിരിക്കുകയാണ്. രണ്ടാം സംരംഭം
സകല ദാനാപത്തെ ബോളും ബാസ്കറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അർജുൻ അജയ്യനായി മുന്നേറുകയാണ്. ഇനി കിസ്സിലേക്കുള്ള ദൂരം വെറും ഒരു ബോൾ മാത്രം. അർജുൻ വന്നു, ബോളെടുത്തു, ബാസ്കറ്റിലിട്ടു. എന്റെ പേരിൽ കുറ്റമില്ല. അർജുൻ വന്നു, ബോളെടുത്തു, ബോളെറിഞ്ഞു, ബാസ്കറ്റിലിട്ടു. എന്റെ പേരിൽ കുറ്റമില്ല. തട്ടും തടയും കാട്ടിവിരക്കാതെ തുടി എത്ര തുടിച്ചാലും വെടി പൊട്ടുകയില്ലടിയേ. പൊട്ടാതാണോ പൂരം കൊണ്ടാടാൻ? പെണ്ണാണെന്നാരോ കുലപ്പൊടി പോക്കിരിയെ ഒന്നച്ചം കാണിച്ചാലില്ലം കാണൂല. പുതുമഴ പെയ്യൂല. കൊച്ചി പച്ചാളത്തൊരു വട്ടി കുറച്ചാൽ ബ്രിട്ടൻ കിട്ടൂല. മാപ്പ് പറയടി കാളി, കുളമാക്കി മാറ്റിയ വ്യാളി, ഒറ്റോടാൻ എന്നെ കിട്ടൂല. പെണ്ണാണെന്നാരോ കുലപ്പൊടി പോക്കിരിയെ ഒന്നച്ചം കാണിച്ചാലില്ലം കാണൂല. പൊക്കാച്ചിപ്പട കുക്കി വെളിച്ചാൽ പുതുമഴ പെയ്യൂല. കൊച്ചി പച്ചാളത്തൊരു വട്ടി കുറച്ചാൽ ബ്രിട്ടൻ കിട്ടൂല. ജോസഫ്, നമ്മുടെ അനിലിന്റെ വെരിഫിക്കേഷൻ ഉള്ള പേപ്പേഴ്സാണ്. പോയി
നല്ല ഭാവി ഉണ്ടായിരുന്ന പയ്യനായിരുന്നു. എല്ലാ പ്രൊസീഡിങ്സും ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. നമ്മുടെ ഭാഗത്തൊരു താമസം വേണ്ട. യെസ് സർ. അല്ലെങ്കിൽ വേണ്ട, വെരിഫിക്കേഷൻ ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ പോകുന്ന വഴിക്കാണല്ലോ. ഓക്കെ സർ. അല്ല ഗൗരി, ഇന്നലെ പറഞ്ഞ കിസ്സില്ലേ അതെനിക്ക് എന്നാ മതി, ഞാനത് അവന് കൊടുത്തോളാം. പിന്നെ അവനത് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തിരിച്ചെന്നേക്കാം. എന്താ ഗൗരി, കാര്യം പറ. എന്താ പറ്റിയത്? നമുക്ക് ഇവിടെ പോവാം ചേട്ടാ. എനിക്ക് വയ്യ ഇനി ഇവിടെ പഠിക്കാൻ. പഠിപ്പ് നിർത്തി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? എന്റെ കൂട്ടുകാരുടെ മുന്നിലൊക്കെ ഞാൻ ചെറുതായി പോയി. ഇനി അവരുടെ അടുത്ത് അഭിനയിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. അയ്യേ, ഇത്ര സില്ലിയാണോ എന്റെ അനിയത്തി? ഈ ഒരു ചെറിയ കാര്യത്തിനാണോ കോളേജ് വിട്ടോടുന്നത്? മോളൊരു തമാശ കാണിച്ചു, അവരും കാണിച്ചു. എല്ലാ പ്രാവശ്യവും മോളല്ലേ ജയിക്കാറുള്ളത്, ഈ ഒരൊറ്റ പ്രാവശ്യമല്ലേ തോറ്റിട്ടുള്ളൂ. അതതിന്റെ സ്പിരിറ്റിലങ്ങ് എടുത്താണ്. നമുക്കേ തരം കിട്ടുമ്പോ പകരം വിടും. എൻ്റെ കൂട്ടുകാർ വിഷമിക്കുന്നുണ്ടപ്പോൾ പെട്ടെന്നൊരു വാശി കയറി ചെയ്തതാ. അല്ലാതെ മനഃപൂർവ്വം കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഐ എം റിയലി സോറി. ഹേ, ഇറ്റ്സ് ഓക്കെ അർജുൻ. അതെല്ലാം ഞങ്ങൾക്ക് അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ എടുക്കാൻ കഴിയും. ഞങ്ങള് ചേട്ടനും അനിയത്തിയും കൂടെ ഞങ്ങളുടെ മാത്രം ചില സ്വകാര്യങ്ങൾ പങ്കുവയ്ക്കായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓക്കെ ഓക്കെ, ബൈ. ഊതി വീർപ്പിച്ചു കൊണ്ടുവന്നൊരു കാര്യം എത്ര പെട്ടെന്നാ പൊട്ടിപ്പോയത്. അർജുൻ മാപ്പും പറഞ്ഞു. എന്താ സമാധാനമായില്ലേ? ഇതുപോലെ നന്നായിട്ടൊന്ന് ചിരിക്കേ. Arm straight. Bend down, bend down. Breathe. ഗുഡ് മോർണിംഗ് സാർ. Good morning. കവളിൽ എന്താണോ കുരിശ്? ഒന്നും പറയണ്ട സാറേ, അടുത്തപടി ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ, ഷോക്ക് അടിച്ചതാണോ? അല്ല, അവരുടെ ഭർത്താവ് അടിച്ചതാ. അതെന്തിന്? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ലാതെ പിന്നെ സാർ അടിക്കും. ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്യണോ? എന്റെ നടുവ്. സോറി. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. പ്രാക്ടീസ് മുടക്കരുത്. പാവോ കുഞ്ഞോറ സാർ, ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു? പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാൻ ലാലിന്ന് എല്ലാരും പിടിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവര് ഓരോരുത്തന്മാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയിന്റ്? ആ, വീട്ടില്. അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്. കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2. മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി? അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നത്? നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളാടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മുട്ടയിട്ട് തരും. അവരെ കൊണ്ട് അതെല്ലാം പറ്റൂ. ഞാനത് ബുൾസയും ഓംലെറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. മച്ചാറിഞ്ഞോ, അർജുനോട് ഹൈജം പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈജമ്പോ? ആ, അവൻ മച്ചാടെ സാമ്രാജ്യത്തിൽ കയറി കൈവച്ചിരിക്കുക. ഓട്ടത്തിന്റെ കൂടെ ഹൈജം കൂടിയും പ്രാക്ടീസ് ചെയ്തിരുന്നത് മച്ചാ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ മൊണോപ്പൊളി നമ്മൾ കൈവിടരുത് മച്ചാ. ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ലട്ടോ മച്ചാ. ഒന്ന് ആലോചിച്ച് നോക്കി, ആരീ അർജുൻ? നമ്മുടെ ഗൗരി അപമാനിച്ചിട്ടവൻ. അങ്ങനെയുള്ള അവനെ പരാജയപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഗൗരിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഗൗരിക്ക് വേണ്ടിയാന്ന് മച്ച പറയും. അപ്പൊ ഗൗരിക്ക് മച്ചാനോട് എന്ത് തോന്നും?
മച്ചാൻ ഈ കോളേജിലെ ഹൈ ജമ്പ് ചാമ്പ്യൻ അല്ലേ? ചെന്നൊരു മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കേ. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റോന്ന്. ചക്രവർത്തി, നിനക്ക് എന്നോട് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഐ എം സോറി. നിന്നെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ഒന്ന് പോ മച്ചാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതൊക്കെ മറക്ക്. നമുക്ക് നമ്മുടെ മാനവര് മച്ച ചെന്ന് ചാട് ഞങ്ങൾ കൈയടിക്കാനുള്ള ആളുണ്ടാക്കട്ടെ. ആടാ. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? ഹലോ, നിങ്ങൾ വരുന്നില്ലേ? ടിനു അർജുനും തമ്മിൽ മത്സരം. കഴിഞ്ഞ 2 വർഷത്തെ കോളേജ് ഹൈജമ്പ് ചാമ്പ്യനാ ടിനു. അവനോടാ കളി. ഗൗരി വാ, ആ അർജുനോട് പകരം വീട്ടാൻ പറ്റിയ അവസരം. ഈ തവണ അവന് കൂവി ഒളിപ്പിക്കണം. നീ വാ. Well done. Thank you, sir. Keep it up. Sure, sir. മച്ച വേഗം സ്ഥലം വിടുന്ന ബുദ്ധി. മച്ചാട് ഇതുവരെയുള്ള എല്ലാ റെക്കോർഡ്സും തകർത്താൻ ചാടിയിരിക്കണേ. മച്ച പെട്ടുപോയി. ഇനി ചാടിയേ പറ്റൂ. മച്ചാ, നമ്മുടെ മൊണോപ്പൊളി പൊളിക്കരുത്. അടിച്ചെന്റെ മോണെ ഞാൻ പൊളിക്കും. സുഹൃത്തുക്കളായ ചതിയന്മാരാവരുതാ. അയ്യോ മച്ച, പ്രോബ്ലം ഇല്ല. കമോൺ കമോൺ മച്ചാ, മൊണോപ്പൊളി ഇവിടെ അല്ലേ? കമോൺ മച്ച. അവനിതെവിടുത്തെ ചാമ്പ്യനാ? അലവലാതി. അർജുൻ പോയത് നന്നായില്ലെങ്കിൽ പിന്നെയും ചമ്മിയാനെ. പടി പോവാ. മാനം പോകുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാ ബുദ്ധി. ഓക്കെ മച്ച, കാണാട്ടോ. ഡാഡാ, നീ ഒറ്റയ്ക്ക് ആടി പഠിക്കും. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല സാർ, അത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അയ്യോ അയ്യോ കോഴി. അയ്യോ എന്റെ കോഴികൾ കാണാനില്ല. ഇന്നലെ വരെ ഉണ്ടായിരുന്ന മച്ചാന്റെ ക്യാപ്റ്റൻസിക്ക് ഒരാട്ടം കോട്ടം ഉണ്ടോന്നൊരു സംശയമുണ്ട്. മാത്രമല്ല ഗൗരിക്കും ഒരാട്ടം കോട്ടം ഉണ്ടോന്നൊരു സംശയമുണ്ട്. നീ ചുമ്മാ മച്ചാനെ വിഷമിപ്പിക്കല്ലേ. അത് സംശയമൊന്നല്ല, സത്യമല്ലേ? ആ മച്ചാൻ തോന്നുന്നു അവൻ പെണ്ണു കൊണ്ട് പോകും. ചവിട്ടിന്റെ എന്നെയല്ല, ചവിട്ടി അർജുനെ പോയി ചവിട്ട്. ഒരുത്തിനെ ഇവിടെ ആളാകാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ എന്റെ കോഴി. അയ്യോ കോഴി ഇവിടെ വന്നപ്പോ പറഞ്ഞില്ലല്ലോ അത് തന്റെ കോഴിയാന്ന്. പറ്റുകളെ, എന്റെ വയറ്റിൽ പിഴപ്പാണ് നിങ്ങൾ കഴിക്കണത്. എനിക്ക് അതിന്റെ കാശ് കിട്ടണം. കാശാ? കോഴി കാശും കൊണ്ടാടാ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തേ കാണിച്ചേ? ഇവന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? ആ കോഴിയുടെ കാശ് കൊടുത്തേ. എന്ത് കാശ്? ചാവാണ്ട് പോടാ. തെറ്റ് ചെയ്തിട്ട് പോക്കൃത്തരം കാണിക്കുന്ന കാശ് കൊടുറാ. കാശ് കൊടുത്തില്ലെങ്കിൽ താനിതിൽ ഇടപെടണ്ട. ഇത് ഇവര് തമ്മിലുള്ള പ്രശ്നം. ഇവര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നീ എന്തിനാ ഇടപെടുന്നത്? അത് പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റാണ്. അതിന് മക്കള് പോ. ഇല്ല, ആ കാശ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോകും. നീ കാശും കൊണ്ടേ പോകൂ. അല്ലടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്ത് ചെയ്യൂടാ? നീ എന്ത് ചെയ്യൂടാ? പറടാ, എന്ത് ചെയ്യുന്നു? വെറുതെ ചെറിയ പ്രശ്നം വലുതാക്കണ്ട. വലുതാക്കിയാ നീ എന്ത് ചെയ്യൂടാ?
നാണമില്ലേ നിങ്ങൾക്ക്? സ്പോർട്സ് കോളേജിലെ കുട്ടികളാണെന്ന് പറഞ്ഞ് നടക്കാൻ. നിങ്ങൾ തമ്മിൽ വാശിയോ വൈരാഗ്യമുണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെ തമ്മിൽ തല്ലിയല്ല, പരസ്പരം മത്സരിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ്. അല്ലാതെ സാധാരണ കോളേജിലെ കുട്ടികളെ പോലെ വഴക്കൂടാനാണെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്നും മിണ്ടാത്തത്? സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത പാപ്പരാസികള്. ഞാനിവിടെ ചാർജ് എടുത്തിട്ട് 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമായത്. ആ നിലയ്ക്ക് ശിക്ഷ നൽകാതിരിക്കാൻ എനിക്ക് കഴിയില്ല. Don't leave that. It should be a warning for other students too. കുഞ്ഞവറ. Yes sir. സോ ഇതിനുള്ള ശിക്ഷയായിട്ട് 1000 രൂപ ഫൈൻ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഈടാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഈ തുക അടയ്ക്കാത്ത പക്ഷം കോളേജ് ഗ്രൗണ്ടിന് ചുറ്റും 50 പ്രാവശ്യം ഓടണം. ഓട്ടം പൂർത്തിയാക്കാത്ത പക്ഷവും ഈ തുക അടയ്ക്കേണ്ടതായി വരും. അണ്ടർസ്റ്റാൻഡ്? ഇവയിൽ ഏതെങ്കിലും ഒന്നിന് വിധേയരാവാതെ ഇനി രണ്ടുപേരും ക്ലാസ് വെക്കാനുണ്ടാവും. ഓക്കെ, യു ക്യാൻ ഗോ നൗ. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ അല്ലേ? അപ്പൊ 50 റൗണ്ട് ആവുമ്പോൾ 20 കിലോമീറ്റർ വരില്ലേ? 20 കിലോമീറ്ററോ? ഓ മൈ ഗോഡ്, അതിലും ഭേദം 1000 രൂപ അടയ്ക്കുന്നതാ. ടീനു പൈനടിക്കാൻ പോയി കഴിഞ്ഞു. സോറി, ഒന്ന് മാറണേ, ഒന്ന് മാറണേ ചേട്ടാ. കുറച്ച് പൈസയുടെ കുറവുണ്ട്. പറ്റില്ല, അത് ശരിയാവില്ല. അല്ല ചേട്ടാ, നടക്കില്ല. ഇവിടെ റൊക്കം ക്യാഷ് ചേട്ടാ, ചേട്ടാ പ്ലീസ് ഒന്ന് അനുസരിച്ച്. അവൻ ഓവർ സ്മാർട്ട് ആവാനുള്ള ശ്രമമാണ്. അവനാണ് ആൺകുട്ടി. പക്ഷേ ഓടി തീർക്കോ? തീർന്നാലും ഇല്ലെങ്കിലും അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. അർജുൻ 48 റൗണ്ട് കഴിഞ്ഞു. ഇനി 2 റൗണ്ടേ ബാക്കിയുള്ളൂ. വിളിക്കേണ്ടി വരുമോ? പാവം, ബോള് ബാസ്കറ്റ് ചെയ്യും പോലെ എളുപ്പാന്ന് വിചാരിച്ചു കാണും. വീണു പോവോ സാർ? Come on.
ഇന്നത്തെ സംഭവം അത്ര നിസ്സാരമായി കണ്ടുകൂടാ. 20 കിലോമീറ്റർ ഓടുക, അതും ലാസ്റ്റ് റൗണ്ട് അവിശ്വസനീയമായ വേഗത്തിൽ ഓടിത്തീർക്കുക. ഇറ്റ് ഈസ് സംതിങ് ഇൻക്രെഡിബിൾ. എനിക്ക് തോന്നുന്നത് ഈ വർഷത്തെ സൗത്ത് സോൺ മീറ്റിൽ നമ്മുടെ കോളേജിന് വേണ്ടി പലതും നേടിത്തരാൻ അർജുന് കഴിയുമെന്ന്. ഏതൊക്കെയാണ് അവന്റെ ഐറ്റംസ്? 100, 200 ഓട്ടം, 4x400 റിലേ, പിന്നെ ഹൈ ജമ്പ്. എന്റെ അഭിപ്രായത്തിൽ ഹൈ ജമ്പിനേക്കാളും കൂടുതൽ അർജുൻ ഷൈൻ ചെയ്യാൻ പോകുന്നത് ഓട്ടത്തിലാണ്. എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ഇപ്രാവശ്യത്തെങ്കിലും ചാമ്പ്യൻഷിപ്പ് നമുക്ക് തന്നെ കിട്ടുമെന്നൊരു തോന്നൽ. എന്താ കുഞ്ഞവറാൻ സാറിനൊരു ചിരി? നമുക്ക് കപ്പ് കിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. അത് കപ്പ് കിട്ടിയതിന് ശേഷം പോലെ അപ്പോഴും ചിരിക്കാം. Shut up. ഞാൻ ഇത്തിരി നേരത്തെ ചിരിച്ചാൽ അങ്ങനെ തന്നെ ചേതം. സ്പോർട്സ് സാറിന് ചിരിക്കാൻ മേലെ. പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് താൻ അവിടെ കറങ്ങി നടക്കണോ? ഞാനിത്തിരി യൂറിൻ പാസ് ചെയ്യാൻ പോയ സാർ. അതിനും പ്രാക്ടീസ് വേണം. എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തനിക്ക് എന്നാണോ കുഴപ്പം? എന്റെ യൂട്രസ് എന്തോ കംപ്ലൈന്റ് ആണ്. ഓ ഐ എം സോറി. അതാണോ? എന്നാ പോയി ഒഴിച്ചോ. എവനെ പ്രസവിക്കോ ഇവിടെ? സാറേ, ഹാമർ വരുന്നു, പിടിച്ചോ. ദേ ഗൗരി, ഞങ്ങൾ കാലു മാറി കേട്ടോ. ഇപ്പൊ ഞങ്ങളെല്ലാം അർജുന്റെ കൂടെയാ. അതെ, നമ്മൾ വിചാരിച്ചല്ല. ആള് മിടുക്കനാ. നേരത്തെ പറഞ്ഞില്ലാന്ന് പറയരുത്. വേണേ നീയും കുടിക്കൂ. സോറി. തെന്നിപ്പോയി. ആരോടും പറയല്ലേ. താങ്ക് ഗോഡ്. ഒന്ന് വീണെങ്കിൽ എന്താ, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അത് ശരി, നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. എന്താ ഇവിടെ? ഇവളുടെ പപ്പ ഗൾഫിൽ നിന്ന് പണം അയച്ചു, അത് എടുക്കാൻ വന്നതാ. അപ്പൊ ഇന്ന് ട്രീറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെന്താ? എന്താ ഇത്? ഞാൻ പറയാം. PG അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ ഫോം. യെസ് മമ്മി, ഞാൻ എന്റെ ലക്ഷ്യത്തിന് വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഏതെങ്കിലും ഐറ്റത്തിലോ റെക്കോർഡാണ് PG അഡ്മിഷനുള്ള മിനിമം യോഗ്യത. ഈ വർഷത്തെ ആനുവൽ മീറ്റിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 400 മീറ്റേഴ്സിൽ ഞാൻ അത് നേടിയെടുക്കും. വെരി ഗുഡ്. കഴിഞ്ഞ വർഷം തന്നെ നീ റെക്കോർഡിന് അടുത്തെത്തിയല്ലോ. ഈ വർഷം ഉറപ്പായിട്ട് നിനക്ക് കഴിയും. താങ്ക് യു പപ്പ. ഞാൻ ഈ പ്രാവശ്യം 400 മീറ്റേഴ്സിൽ മാത്രമേ പങ്കെടുക്കുന്നു. ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു ഒറ്റ ഐറ്റത്തിന് കൊടുക്കാൻ പോകും. വെരി ഗുഡ്. അപ്പോ നമുക്ക് ഇറങ്ങാം. ഓ യെസ്. ഇതെന്താ പപ്പ? ആ, പപ്പായ്ക്ക് പോകുന്ന വഴിക്ക് ഒരാളെ കാണാൻ ഒരു വെരിഫിക്കേഷൻ. ഓ ശരി. പപ്പ ഇപ്പോ ഒരു 5 മിനിറ്റ്. അല്ല, മോളും വരുന്നോ? ഇല്ല, പപ്പ പോയിട്ട് വാ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കുന്നു. താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന് ഓർഡർ വന്നു, വെരിഫിക്കേഷൻ. ഇപ്പൊ എങ്ങനെയുണ്ടോ തന്റെ അനിയന്? അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാർ. അർജുൻ, ഗൗരി ഇവിടെ? എന്റെ പപ്പയായത്. നിങ്ങൾ പരിചയക്കാരാണോ?
ഞങ്ങൾ ഒരേ കോളേജിലല്ലേ, സെയിം ഇയറാ. ഓ ഞാനതൊക്കെ മറന്നു. വരൂട്ടോ. ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി. അതെ, എനിക്ക് അർജുൻ എങ്ങനെ എന്റെ പപ്പയെ അറിയാം? ഞങ്ങള് നേരത്തെ പരിചയക്കാരാ, സ്പോർട്സിലൂടെയുള്ള പരിചയം. ഓ, എന്തൊക്കെ ഉണ്ടോ? സുഖം തന്നെയല്ലേ? സുഖം തന്നെ സാർ. എന്റെ അനിയന. താനൊരല്പം ക്ഷീണിച്ചോ? ഏയ് സാറിന് തോന്നുന്നതാ. വരൂ. ഞാൻ പറയാറില്ലേ ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി? ആ ഗൗരി ചേച്ചി. ആ ഗൗരി ചേച്ചിയാണ് ഈ ചേച്ചി, സാറിന്റെ മോളാ. ആഹാ, വാ വാ എല്ലാരും അകത്തേക്ക് വാ. വാടാ. അമ്മേ. സാർ അകത്തേക്ക് ഇരിക്കാം. അമ്മ ഒന്നിങ്ങ് വന്നേ. അമ്മേ, ഇത് ചന്ദ്രദാസ് സാറിന്റെ മോളാ ഗൗരി ചേച്ചി. എന്തായാലും നിങ്ങളൊന്നും ദിവസം കൊള്ളാം. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ. ഓഹോ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. ചേച്ചി വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ ചേച്ചി. ചെല്ലോ. ചേച്ചി അത് കണ്ടോ? ചേച്ചി വന്നേ, വാ. ഇവന്റെ കൂടെ കളിച്ചാ ഞാൻ ബാസ്കറ്റ് ചെയ്യാൻ പഠിച്ചത്. ഞങ്ങൾ പോട്ടെ മോനെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം. എനിക്ക് 11 മണിക്ക് ഓഫീസിൽ എത്തണം. എന്നാ ഗൗരി ചേച്ചി ഇവിടെ നിക്കട്ടെ, സാറ് പോയിട്ട് വാ. മോൾ ഇവിടെ നിക്കട്ടെ അല്ലേ? ഇവരെല്ലാം നിർബന്ധിക്കുന്നതല്ലേ. മോൾ ഇവിടെ നിന്നോളൂ. പപ്പ വണ്ടി വയ്ക്കാം. എന്താ സന്തോഷായില്ലേ? ഇതെല്ലാം അനിലിന് കിട്ടിയതാണോ? അല്ല, പാതി ഏട്ടൻ്റെതാ. സ്കൂളിലും പ്രീ ഡിഗ്രിക്കായിട്ട് കിട്ടിയതാ. സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയുകയില്ല. എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ? ഈ കോലം കെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ടാ, അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ. അർജുൻ, അനിയൻ എന്താ പറ്റിയത്? അർജുന് വിഷമമുണ്ടെങ്കിൽ പറയണ്ട. വിഷമമുണ്ട്, എന്നാലും പറയാം. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും പറയരുത്. ഇവിടെ വെച്ച് എന്നെ മറന്നേക്കണം. ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ചാ ഞാൻ തളർന്നു പോകും. അതുകൊണ്ടാ. ഞാൻ ആരോടും പറയില്ല. അർജുൻ എന്നെ വിശ്വസിക്കാം. ഗൗരി ഇപ്പൊ കാണുന്ന ഈ അനിയില്ലേ, ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ അഭിമാനമായിരുന്നു അവൻ. കളിക്കളത്തിലെ മിന്നുന്ന താരം. അച്ഛന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പഠിത്തം നിർത്തി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നപ്പോൾ പോലും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. എനിക്ക് നേടാൻ കഴിയാത്തത് അവനെ കൊണ്ട് നേടിയെടുക്കണമെന്ന ചിന്തയായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അവനെ. അവന്റെ ഓരോ വിജയവും എന്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ടും പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റു വന്ന് വിളിക്കുന്നു പൊന്നാരെ. ചേട്ടൻ കൊണ്ടുവന്ന ചെപ്പും പന്ത് നീ ചില്ലുമണി ചിറകിന്മേൽ ചാഞ്ചാട്ടം. വിള കൊയ്യും കാലമായി
പുന്നാരെ ചേട്ടൻ കൊണ്ടുവന്ന ചെപ്പും പന്തു നീ ചില്ലുമണി ചിറകിന്റെ ചാഞ്ചാട്ടം ഇളം വിൺ സൂര്യനായി ശലഭമേ പറന്നേറാം ഒരു സന്ധ്യ നീർത്ത മലയോരം മഴ നനഞ്ഞ കാറ്റാവാം ദൂരെ പാടുമൊരു മരതക പുഴയിൽ ദൂതായി പോയി വരുമോ ആരോ നീട്ടുമൊരു പവിഴപ്പൻ പതക്കം ആദ്യം വാങ്ങി വരുമോ എന്നും കിനാവിൽ കൂട്ടായി വരാം പാട്ടും പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റു വന്ന് വിളിക്കുന്നു പൊന്നാരെ ിടുകൾ നിലാപ്പാലാഴിയായി അമൃതവും പകർന്നേ പോ പശുവിന്റെ പുണ്യലയ ശീലം ഇനി നിനക്ക് സാഫല്യം അമ്മേ നീട്ടുമൊരു നിലവിളക്കൊളിയിൽ അന്നം കോരി വിളമ്പാം തങ്കം പോലെ ഒരു തൊഴുതിങ്കൾ കലയായി താതൻ കൂടെ നടക്കാം എന്നും കിനാവിൽ കൂട്ടായി വരാം പാട്ടും പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റു വന്ന് വിളിക്കുന്നു പൊന്നാരെ വിള കൊയ്യും കാലമായി വിളയാടാൻ നേരമായി എന്നും കിനാവിൽ കൂട്ടായി വരാം പാട്ടും പാടിയൊരു കുട്ടിൻ വാതിൽ കാറ്റു വന്ന് വിളിക്കുന്നു പൊന്നാരെ ചേട്ടൻ കൊണ്ടുവന്ന ചെപ്പും പന്തു നീ ചില്ലുമണി ചിറകിന്റെ ചാഞ്ചാട്ടം എന്താടാ ഏട്ടാ എനിക്ക് സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടി കോച്ചിങ് ക്യാമ്പിൽ നാളെ ജോയിൻ ചെയ്യണം സെലക്ഷൻ ലെറ്റർ അമ്മേ ഞാൻ പോയിട്ട് വരാം പോയി വാ മോനെ ഏട്ടാ എട്ടരക്കല്ലേ ബസ് അതെ ഇഷ്ടം പോലെ സമയം ഇനി 20 മിനിറ്റ് കൂടി ഉണ്ട് ബസ് ലേറ്റ് ആയത് നമ്മൾ ലേറ്റ് ആവില്ല ഈശ്വരാ അയ്യോ പഞ്ചറായല്ലോ ഏട്ടാ വാ ഒന്ന് വേഗാക്കോ പോയിട്ട് ധൃതിണ്ട് ഞാൻ പഞ്ചർ ഉണ്ടാക്കിയല്ല ഒട്ടിക്ക് ഏട്ടാ ധൃതി പിടിക്കണ്ട 8:30 ബസ് പോണെങ്കിൽ പോട്ടെ നമുക്ക് അടുത്ത ബസ്സിൽ പോവാം അത് പോയാൽ പിന്നെ 9:30 ഉള്ളൂ അതിന് പോയി കഴിഞ്ഞാൽ നിന്റെ ട്രെയിന് മിസ്സാവും എല്ലാം കൊളാവും ഇനി എത്ര മിനിറ്റ് കൂടി ഉണ്ട് 2 മിനിറ്റ് നീ മുറുക്ക് പിടിച്ചിരുന്നു 8:30 ബസ് എന്തായാലും മിസ്സാക്കണ്ട ഏട്ടാ പതുക്കെ നീ പേടിക്കണ്ട ഞാനല്ലേ ചവിട്ടണേ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന അനി ഒരിക്കൽ പോലും
എന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്താമേ? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മോനെ. എനിക്കിത് കാണാൻ വയ്യ മോനെ. അന്ന് ഞാൻ ഉറപ്പിച്ചു, എനിക്ക് പറ്റിയ കയ്യബദ്ധം, എന്റെ അശ്രദ്ധ, അതെന്ത് വില കൊടുത്തും നേരെയാക്കണമെന്ന്. എടോ, ഇതൊരു നല്ല ലക്ഷണമാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനേക്കാളും രോഗിക്ക് ആവശ്യം മനോധൈര്യവും ആത്മവിശ്വാസവുമാണ്. തന്റെ അനുജനത ആവശ്യത്തിലധികമുണ്ട്. ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പക്ഷേ അതിന് കുറച്ചധികം ചിലവ് വരും. ഞാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എന്ത് വേണേലും ചെയ്യാം ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ നെർവസ് സംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലുണ്ട്. 5% റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക്. അനിക്കുട്ടന്റെ കാര്യത്തിൽ 50% ചാൻസ്. താമസിക്കും തോറും സുഖപ്പെടാനുള്ള ചാൻസും കുറയും. അതുകൊണ്ട് ഏറിപ്പോയാൽ 1 വർഷം, അതിനുള്ളിൽ നമുക്ക് അവനെ ഇവിടെ എത്തിക്കണം. പണം അതെനിക്കൊരു പ്രശ്നമായി. ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല. ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത്. എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത്. ഈ വർഷം തൊട്ട് വർഷാവസാനം നടക്കാറുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ്വേയുടെ പ്രൈസ് മണിയായ 10 ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഗൗരിയുടെ പപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാ അവന് വേണ്ടിയുള്ള എൻ്റെ പരിശീലനം. കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അവൻ, എൻ്റെ അനിക്കുട്ടൻ. ഇനി അധിക സമയമില്ല. വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും. അതിനു മുമ്പേ എനിക്ക് എൻ്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം. ഈ മാർച്ചില ഇന്റർ കോളേജ് മീറ്റ് നടക്കുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും, എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാവണം. ആയേ പറ്റൂ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ്. ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു. അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത്. എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ആർവി കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാകുന്ന ആളെയും കാത്ത് ഒരു സുവർണാവസരം ഇരിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ഗുഡ്വേയുടെ വക 10 ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും. വരുന്ന മാർച്ച് 5-നാണ് മീറ്റ് തുടങ്ങുന്നത്. ആദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം. പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചിലർക്ക് പുതുതായി ചില ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അഴിച്ചുപണികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ്. എന്റെ ഈശോയെ, സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈല്? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ. അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിന് എങ്ങനെയുണ്ട് സാർ? ഇഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. ഈശോ.
താനിങ്ങി വേടോ ജമ്പുകാരൻ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സർ മോളിൽ കൂടെ സർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ഇങ്ങനെ ഓടി വാ സർ. കൊത്തേ. ഇങ്ങനെ കേറില്ല. വട്ടോടിച്ച് പോട്ടെ, വട്ടോടിച്ച് പോട്ടെ. ആ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ കേറ്റ് കേറ്റ് കേറ്റ്. ആ തള്ളി കേറ്റ്. അയ്യോ കേറ്റ്. വീണ്ടും ഉടക്കി. അയ്യോ പുറത്തേക്ക് എടുക്ക്. ആ ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ. സാറേ ഇനി എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. നിലത്ത് കിടത്ത് ചവിട്ടി ഊരാം. ശരിയാക്കി തരാം. ആ ചവിട്ട് വലി വലി. ഐഡിയ ഉണ്ട്. ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലി ഉണ്ടല്ലോ, ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കാൻ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് സൂക്ഷിച്ച് പോലുമ്പോ പിടിക്കെല്ലാരും കൂടി മാറിക്ക്. നീ എന്താണ് എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച കാറ്റടിച്ചപ്പോ ഒരു സുഖം. ആ സ്ഥലത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ദൈവം കാത്തു. എന്താ ചൂട് പിടിച്ചൊരു ചർച്ച? അറിഞ്ഞില്ലേ, ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു. കുഞ്ഞവര സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ. നാളെ നമ്മുടേതാ. അതെ, മത്സരത്തിന് 3 മാസം മുമ്പുള്ള ഈ പടയൊരുക്കം ആദ്യ സംഭവം എന്നാ പറഞ്ഞു കേൾക്കുന്നേ. എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസാ. പ്രിൻസിപ്പൾ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ. അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എന്റെ ചേട്ടൻ മത്സരിക്കുന്ന 400 മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും. എന്ന് മാത്രമല്ല, ഒരു റെക്കോർഡും ചേട്ടൻ നേടും. ഒന്ന് മതിയാക്കടി, ഒരു ചേട്ടനും അനിയത്തി. അത് മാത്രമല്ല, മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനും ആകും. മറ്റേത് സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം. അപ്പൊ ഇതോ? എനിക്കൊരു സംശയം, 400 മീറ്റേഴ്സിൽ നിന്റെ ചേട്ടൻ ജയിക്കോ അതോ അർജുൻ ജയിക്കോ? അതിന് അർജുൻ 400 മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ, അർജുൻ ആദ്യം മത്സരിച്ചിരുന്നത് 100 മീറ്റേഴ്സിനും 200 മീറ്റേഴ്സിനും ഹൈജമ്പിനും പിന്നെ റിലേയിലും ആയിരുന്നു. പക്ഷെ ഇപ്പോ ഹൈജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം 400 മീറ്റേഴ്സിലാണ് മത്സരിക്കുന്നത്. അതെന്താ? പുതിയ പരിഷ്കാര. അപ്പൊ ഓരോ ഐറ്റത്തിൽ രണ്ടുപേർക്ക് മത്സരിക്കാവോ? ഇന്നെന്താ പ്രാക്ടീസിന് ഇറങ്ങിയില്ലേ? ഒരു മൂഡില്ല. എന്തു പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ഗൗരി അറിഞ്ഞാണല്ലോ തന്റെ ഏട്ടന്റെ കൂടെ ഞാൻ മത്സരിക്കുന്നത്. എന്തൊന്നും മിണ്ടാത്തെ? എന്തും മിണ്ടാൻ? അർജുൻ സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്തതാണോ 400 മീറ്റേഴ്സ്? അല്ല, കുഞ്ഞോറ സാറ് പറഞ്ഞിട്ടാ. പക്ഷേ അപ്പോ എന്റെ ചേട്ടന്റെ കൂടെയാണ് മത്സരിക്കേണ്ടി വരാന്ന് അർജുൻ അറിയില്ലായിരുന്നു അല്ലേ? ഇല്ല. ഗൗരി എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ കൂടെ മത്സരിക്കുന്നോണ്ടാണോ? ഒന്നുമില്ല അർജുൻ. ഒന്നുമില്ല. ഇല്ലെന്നേ, ഈ അർജുന്റെ ഒരു കാര്യം. എല്ലാരും പോകുന്നു, ഞാനും പോട്ടെ. ഗുഡ് ബൈ. ഓക്കെ. ഇതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നിൽക്കണമേ. അയ്യോ, ഇത് കുഞ്ഞോറ സാറല്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതാരാ ചന്ദ്രനീന്ന്? എന്റെ അമ്മൂമ്മയുടെ നായര്. ഹായ്, കുഞ്ഞോറ സാറ്. അല്ല, സാറെന്ത് ഈ വേഷത്തില്? ഇവിടെ ഓരോരുത്തന്മാര് ചന്തിക്കെറിഞ്ഞല്ലേ പ്രാക്ടീസ് നടത്തുന്നത്. പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നം മുടക്കി. എത്ര ദിവസമായെന്നറിയോ ജനവാരം കഴിച്ചിട്ട്? അതെ, സാറിന്റെ പെട്ടിയോട്ടോ? വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പറ്റും. ഇതാകുമ്പോ കവച്ചെന്നെങ്കിൽ വരാമല്ലോ. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ 2 വേൾഡ് ട്രേഡ് സെന്റർ ഒരു പാമ്പം പാലവും തകർന്നേനെ. പക്ഷേ പെന്റഗണി ഇടിച്ച് രക്ഷയായി. എന്നതായാലും നല്ല ആർക്ക് എറിഞ്ഞു പിടിപ്പിച്ച തെണ്ടിക്ക് എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്ത ഒരേവരുടെ ഇത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതവൻ കണ്ടുപിടിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഇതാരുടെ എവിടെ എറിഞ്ഞേറ്റം കൊണ്ടുപോവാടാ?
എനിക്ക് പ്രിൻസിപ്പലിനെ ഒന്ന് കാണണം. ലോങ് ലീവ് ഇട്ട് വന്ന് നോക്കാൻ. എന്തിനാ സാർ? കുറച്ചു ദിവസം വീട്ടിൽ പോയി കവിഴ്ന്ന് കിടക്കാനടോ. മുട്ടി തൃശ്ശൂർ പൂരാ. എന്റെ വ്യാകുല മാതാവേ. എടാ ചക്രവർത്തി, രണ്ടും കൽപ്പിച്ച് എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞാലോ? അവൾക്ക് എന്നോട് താല്പര്യമില്ലാതെ വരുമോ? അത് ഉറപ്പല്ലേ താല്പര്യമില്ല എന്നുള്ളത്. മച്ച എന്ത് പിണ്ണാക്ക് കാണിച്ചിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടാവാൻ? അല്ല, കാണിച്ചു മുഴുവൻ അർജുനാണെന്ന് പറയായിരുന്നു. ടിനു എന്താ ടിനു അറിഞ്ഞോ? അർജുൻ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയിരിക്കുക, നിന്റെ ഐറ്റത്തിലേക്ക്. ചേട്ടാ, ഈ അർജുനെ കൊണ്ട് പൊറുതി വിട്ടിയല്ലോ. അവനാദ്യം ഗൗരിയുടെ മുന്നിൽ ഹീറോയി, അത് കഴിഞ്ഞ് മച്ചാനടിച്ച് പഞ്ചറാക്കി. ഇപ്പൊ മച്ചാടെ ഐറ്റത്തിലേക്ക് വീണ്ടും വന്നിരിക്കും. മച്ചാടെ കാര്യം കട്ട പോകട്ടോ. എനിക്കതല്ല, അവിടെ നിന്നാ വീണ്ടും ഹൈജമ്പിലേക്ക് മാറിയത്. മച്ചാനെ തോൽപ്പിക്കാൻ മിണ്ടിപ്പോരുത്. വേറെന്തോ കാര്യമുണ്ട്. 400 മീറ്റർ രാഹുലിന്റെ ഐറ്റം അല്ലേ? ഓക്കെ, ക്യാരി ഓൺ. ആ, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി ഗൗരി? ഗൗരി, എന്താ പ്രശ്നം? ഒരുപാട് ഇഷ്ടമുള്ള ചേട്ടന്. എന്തുമാത്രം? അതെനിക്കറിയില്ല. ചേട്ടനും അങ്ങനെ തന്നെ. സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല. അത്രയ്ക്ക് ഇഷ്ട ചേട്ടൻ എന്നെ. ഐ ലവ് ഹിം സോ മച്ച്. നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയി. ഞങ്ങൾ തമ്മിൽ മത്സരിച്ച ചേട്ടൻ രണ്ടാമനായി പോകുന്ന വിചാരിച്ചിട്ട്? എന്റെ ചേട്ടൻ രണ്ടാമനാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ? എന്തോ അതും എനിക്ക് വിഷമമുള്ള കാര്യമായിപ്പോ. അതെന്താ അങ്ങനെ? എന്താ ഗൗരി, എന്താന്ന് പറയേ? കുന്തം. ഒരു കിന്നരഗാനം മൂളി ഒളിക്കും കുയിലിനു വേണ്ടി പാടാം. അമ്പിളിമാണൊത്തൊണ്ട് നിലാവേ പോലെ ഒരു കുമ്പിളി നിറയെ കൂവളമുട്ടുകൾ കോട്ടുമിടഞ്ഞതു നീട്ടാം. കൈതവരം പത്തിത്തിരി നേരം നിൽക്കാം. ഏതേതോ ഗന്ധർവന്റെ ഒടപ്പുൽ തണ്ടിൽ പാടാം പതിയേ. നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്യക്കാട്ടിൽ പാടാം നിനക്കാ. കിന്നരഗാനം മൂളി ഒളിക്കും കുയിലിനു വേണ്ടി പാടാം. അമ്പിളിമാനത്തൊന്തി നിലാവേ പോലെ ഒരു കുമ്പിളിൽ നിറയെ കൂവളമുട്ടുകൾ കോർത്തുമിടഞ്ഞതു നീട്ടാം. കൈതവരം പത്തിത്തിരി നേരം
എന്തു പറ്റി മച്ചാ? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എന്ത്? അവള് പറഞ്ഞിട്ടാവും മാറിയത്. അപ്പൊ അവര് തമ്മില് അവളെ എനിക്ക് നഷ്ടപ്പെട്ടാലും അവന് കിട്ടിക്കൂടാ. അതിന് നമ്മൾ എന്ത് ചെയ്യും മച്ചാ? അവര് തമ്മിൽ അകലണം, ഇല്ലെങ്കിൽ അകറ്റണം. അതിനൊരാൾ വിചാരിച്ചാലേ കഴിയൂ. ആര്? രാഹുൽ. അതിന് അർജുനും രാഹുലും ശത്രുക്കളാവണം, ഇല്ലെങ്കിൽ ആക്കണം. അതെങ്ങനെ? ചക്രവർത്തി, ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറ മച്ചാ. ഇവനെയൊക്കെ അയ്യോ, എന്ത് ടിന്നു? നമ്മുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഓരോ കാര്യങ്ങളെ. എന്തു പറ്റി? നമ്മുടെ അർജുനും ഗൗരിയും ശത്രുക്കളായിരുന്നല്ലോ. ഇപ്പൊ അവര് തമ്മിൽ കൂട്ടായപ്പോ ചിലർക്കൊക്കെ ഒരു സംശയം, ലവ് ആണോന്ന്. എന്തു പറയാനാ, ഞാൻ ഓടിച്ചെല്ലാത്തിനെയും. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അവളുടെ പെരുമാറ്റം കണ്ടാൽ ആർക്കും സംശയം തോന്നിപ്പോവും. ലാളിച്ച വളത്തിന്റെ കുഴപ്പം നിനക്കറിയോ? അവൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഇതേവരെ തെറ്റായതൊന്നും അവൾ ആഗ്രഹിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യുകയില്ല. അവളിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസം തെറ്റിച്ചാലോ? ഉദ്ദേശം പോലെ അങ്ങോട്ട് ഏറ്റില്ലല്ലോ മച്ചാ. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. എടാ, ഇത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ അല്ലേ, സ്ലോ പോയിസൺ. അപ്പൊ ഫലം സാവധാനത്തിലേ കണ്ടു തുടങ്ങൂ. നീ കണ്ടോ? ഇതാർക്കാ? അർജുന്. എന്താ ബർത്ത്ഡേ വലുതാണോ? പിന്നെ ചുമ്മാ. നീയും അർജുനായിട്ട് എന്താ ബന്ധം? സൗഹൃദം, സ്നേഹം, ഇഷ്ടം, പ്രേമം, അങ്ങനെ എന്തൊക്കെയോ. എനിക്കറിയില്ലടി. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇപ്പൊ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ അർജുനെ സ്നേഹിക്കുന്നു. നീ അർജുനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ? പറയണം, പറയും. പക്ഷെ ഇപ്പൊ വേണ്ട. എല്ലാം കഴിഞ്ഞ് അർജുൻ ചാമ്പ്യനായി വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് പറയാം. ചാമ്പ്യനാകുന്നതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് മനസ്സിലാവില്ല. അത് നേടുന്നത് വരെ അർജുന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോയിക്കൂടാ. ആ വലിയ ലക്ഷ്യത്തിന് മുമ്പിൽ ഇതെല്ലാം എത്ര ചെറുതാണെന്ന് നിനക്കറിയില്ല. ഇതെന്റെ മനസ്സാണ്. അർജുനോടൊപ്പം നിന്ന് അർജുനെ വിജയത്തിലേക്ക് നയിക്കാൻ വെമ്പുന്ന എന്റെ മനസ്സ്. ആ പിന്നെ ജയിച്ചു കഴിയുമ്പോ ഇതിങ്ങ് തിരിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മനസ്സ് പോലും ഇല്ലാതെ ഞാൻ ഇവിടെ എല്ലാം അലഞ്ഞു തിരിയും. ഹലോ, വെറുതെ പറഞ്ഞതല്ല, അധികം തന്നേക്കണം. അർജുൻ ചാമ്പ്യനാകും അണിഞ്ഞിരുന്ന സ്പൈക്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാലോ. ഗൗരി, താങ്ക്സ്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി എൻ്റെ കൂടെ ഉള്ളത് എനിക്കൊരു ബലമാണ്. എനിക്കും അങ്ങനെ നിന്ന. ബൈ. ബൈ. എടാ ചക്രവർത്തി, അവർ തമ്മിൽ ചേർന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെന്താ? അതുകൊണ്ടല്ലേ അവൾക്ക് ആ സ്പൈക്സ് അവന് തന്നെ കൊടുക്കാൻ തോന്നിയത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ചേട്ടന്റെ അനിയത്തിന്റെയും ബന്ധത്തെ പറ്റി പുകഴ്ത്തി പറഞ്ഞേക്കണം. ഓക്കേ? അല്ല, പ്രാക്ടീസ് കഴിഞ്ഞോ? നീ എന്താ ഇതിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? പുതിയതെവിടാ? പുതിയതോ? എനിക്കിതേ ഉള്ളടാ. പോടാ, തമാശ പറയല്ലേ. ഗൗരി നിനക്കായിട്ടൊരു കിടിലൻ സ്പൈക്സ് വാങ്ങുന്നത് ഞാൻ കണ്ടാണല്ലോ. എനിക്കായിട്ടോ? അവളുടെ വല്ല ഫ്രണ്ട്സിനും ആയിരിക്കും. ഞാൻ ചോദിച്ചപ്പോ നിനക്ക് വേണ്ടിയാണെന്നാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ പുന്നാര ചേട്ടന് വേണ്ടി അല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി ഗൗരി 5 പൈസ മുടക്കും. ഗൗരി വാങ്ങിയെങ്കിൽ അത് നിനക്കായിട്ട് മാത്രമായിരിക്കും. അത് ഞാൻ കുറപ്പാ. അല്ലടാ. പിന്നെ അല്ല, അല്ലെങ്കിൽ കാക്ക മലർന്നു പറക്കില്ലേ. ഇങ്ങനെ ഒരു പുന്നാര ചേട്ടനെ അനുസരിച്ച് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ചിലപ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാവും. ഏതായാലും ഞാൻ പറഞ്ഞാൽ ഗൗരിയോട് പറയണ്ട. നിന്റെ പ്രാക്ടീസ് നടക്കട്ടെ. വാടാ. ഗൗരി, അതെങ്കി താ. എന്ത് മോളെ ചുമക്കാളിയിറക്കല്ലേ? താത്താ, എന്ത്? നീ എന്ത് ചെയ്താലും ആ നിമിഷം ഞാൻ അറിയും. നീ വാങ്ങിയ സ്പൈസിങ് താ. ഓ, അതാണോ? അത് ഞാൻ അജുവിന് വേണ്ടി വാങ്ങിയതാ.
എന്ത് പറ്റി? ഞാൻ പോട്ടെ, പ്രാക്ടീസ് ചെയ്തു. നീ ഇതുവരെ കുളിയൊന്നും കഴിഞ്ഞില്ലേ? ഷൂ എവിടെ? ഞാനൊന്ന് കാണട്ടെ. ഏയ്, ഷൂ ഒന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഏതെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി ആയിരിക്കുമെന്ന്. ആരാണപ്പാ ആ ഫ്രണ്ട്? ആ, അത് ഞാൻ ചോദിച്ചില്ല. ആരായാലും ഭാഗ്യമുള്ള ആളാ ആ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഉഗ്ര സാധനം കിട്ടില്ലായിരുന്നല്ലോ. ഐ ആം സോറി, ഞാൻ വെറുതെ നിന്നെ മോഹിപ്പിച്ചു. സോറിടാ. ഇറ്റ്സ് ഓക്കേ ടിനു. ഞാനിപ്പോ വരാം. എന്തുവാടാ ഒരു സ്പ്രിങ് ആക്ഷൻ? ഞാൻ വെറുതെ. നീ വെറുതെയാണെന്ന് എനിക്കറിയാം. ഉള്ള ചോറൊക്കെ വാരിക്കയറ്റി ഉരുട്ടി മസിലാക്കി ദേഹത്ത് വെച്ച് ഇവിടെ കിടന്ന് ചാടാ. പോയി ഗ്രൗണ്ടിൽ പോയി ചാടാ. ഓ, മസിലേക്ക് ഒന്ന് പെരുകെട്ട് ഉള്ള മസില് വെട്ടി. എടാ ചക്രവർത്തി, നീ എന്നോട് ചോദിച്ചില്ലേ അർജുനെയും ഗൗരിയും നമ്മൾ എങ്ങനെ അകറ്റുവന്ന്? അതിനുള്ള സമയമായടാ. എങ്ങനെ? ദാ മുറിയിൽ രാഹുൽ ഇരിപ്പുണ്ട്, മനസ്സ് മുഴുവൻ അർജുനോടുള്ള അസൂയയും ദേഷ്യവും പകയുമായിട്ട്. ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. ഇപ്പൊ നമ്മളൊന്ന് ബുദ്ധിപൂർവ്വം കളിച്ച അവരെ ശത്രുക്കളാക്കുന്നതോടൊപ്പം പരസ്പരം മത്സരിപ്പിക്കുകയും ചെയ്യാം. അതായത് മച്ചാടെ ഐറ്റത്തുനിന്ന് ഒഴിവാക്കിയെടുക്കാന്ന്. അതെങ്ങനെ? നീ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് വന്നേ. വെറുതെ പിള്ളേർ ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ വന്നേ. ഒന്നുമില്ല, നീ വാ പോവാം. എന്താ എഴുതി വെച്ചിരിക്കുന്ന നോക്കട്ടെ. എടാ, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നിന്റെ ഐറ്റമായ 400 മീറ്ററിൽ നിന്ന് അർജുൻ പിൻവാങ്ങിയത് നീ ഗൗരിയെ കൊണ്ട് പറയിച്ചിട്ടാണോ? ഞാനോ? ഗൗരിയെ കൊണ്ടോ? അങ്ങനെയൊക്കെ അവിടെ എഴുതിയിരിക്കുന്നേ. നെവർ മൈൻഡ്, വാടാ പോവാ. വന്നേ ചെല്ല്. സഹോദരനെ രക്ഷിക്കാൻ സഹോദരിയുടെ പരാക്രമം. രാഹുൽ, രാഹുൽ, ഞാൻ പറയുന്നത് രാഹുൽ. ഞാൻ കേട്ടത് നേരാണോ? ഞാൻ കേട്ടത് നേരാണോന്ന്? എന്ത്? നീ പറഞ്ഞിട്ടാണ് അർജുൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത്? അത് ഏട്ടാ, ഐ വാണ്ട് ആൻ ആൻസർ. യെസ് ഓർ നോ? എന്റെ അനിയത്തിയായി പോയല്ലോ നീ. എല്ലാവരുടെ മുന്നിൽ എന്നെ ഒരു ഭീരുവാക്കിയില്ലേ? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? രാഹുൽ, അത് പിന്നെ ഞാൻ none of your business. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ Shut your bloody mouth. നിനക്കെന്താ ഇവിടെ കാര്യം? അവനെന്ത് തെറ്റിയേട്ടാ നീ അവന്റെ മെക്കിട്ട് കയറുന്നത്? മതിയാസാനെ ആംഗളം മംഗളയിലെ നാടകങ്ങളെയൊക്കെ ചുണയുണ്ടെങ്കിൽ അജയ് മത്സരിച്ചേക്ക്. അതെ, ഈ പരാക്രമമൊക്കെ മത്സരത്തിൽ കാണിക്കും. അത് തന്നെ ചെയ്യാൻ പോകുന്നത്. 400 മീറ്ററിൽ ഇവനെ ഞാൻ തോൽപ്പിച്ചിരിക്കും. എന്റെ പെങ്ങള് പറഞ്ഞ കാര്യമായി എനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തെളിയിക്കും. തോറ്റാലോ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യും. മറിച്ചായാൽ ഇവൻ ചെയ്യണം. ഗൗരി വിഷമിക്കണ്ട, അവന്റെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ശരിയാവും. വിൽ ബി ഓൾ റൈറ്റ്. മച്ചേ സമ്മതിച്ചു മച്ചാ. മച്ചാൻ പണി പറ്റിച്ച് കളഞ്ഞല്ലോ. ഇനി എന്താ പരിപാടി? അവര് മത്സരിക്കും, രാഹുൽ ജയിക്കും. രാഹുൽ പറയുന്ന അർജുൻ അനുസരിക്കും. അതായത് അർജുനോട് കോളേജ് വിട്ടു പോകാൻ രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് വേണം മച്ചാക്ക് ഗൗരിയെ സ്വൈര്യമായിട്ടൊന്ന് പ്രേമിക്കാൻ, അല്ലേ? പേടിക്കണ്ട, എല്ലാം ശരിയാവും.
കാണിച്ചതൊട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിനക്ക് സങ്കടം പറയാൻ. അവനോ ഒറ്റയ്ക്കിരുന്ന് എന്റെ കുഞ്ഞിപ്പോ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ആരായി അർജുൻ? എങ്ങാണ്ടും കിടന്നിരുന്ന അവന് വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കിടുന്നത്? എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ അടിച്ചവന്റെ കാലൊടിച്ചേനെ. കാലുണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ഗെയിംസ് ടീമിലെ ബെസ്റ്റ് പ്ലെയറും ക്യാപ്റ്റനും ഒക്കെയാണ് ഗൗരി. ആ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ മാറിക്കളഞ്ഞാലോ? ഇനി 10-12 ദിവസങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ സില്ലിയായ കാര്യങ്ങളുടെ മേൽ ഗൗരി വരാതിരുന്നാൽ കോളേജിനുണ്ടാവുന്ന നഷ്ടത്തെ പറ്റി തനിക്ക് അറിയാവുന്നതല്ലേ? താൻ എന്താ ഒന്നും മിണ്ടാത്ത്? തനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗൗരിയെ വിളിച്ചോണ്ട് വരാം. രാഹുൽ വരണമെന്നില്ല. വേണ്ട സർ, ഞാൻ പറഞ്ഞിട്ടല്ല അവള് പോയത്. പക്ഷെ അവള് വരും. അവൾ എന്റെ അനിയത്തിയാണെങ്കിൽ ആരും വിളിക്കാതെ തന്നെ വരും. പപ്പ, എല്ലാരും പറയുന്നു ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന്. മോൾ എന്തുകൊണ്ടാ ഇത്രയും വിഷമിക്കുന്നതെന്ന് പപ്പയ്ക്കറിയാം. അർജുന്റെ അനിയന്റെ കാര്യം അറിയാവുന്നതുകൊണ്ടല്ലേ. എനിക്ക് വേണമെങ്കിൽ രാഹുലിനോട് ഇതേപ്പറ്റി പറഞ്ഞ് അവനെ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനതങ്ങനെ പറയും. നിനക്കും അറിയാവുന്നതല്ലേ, രാഹുലിന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ ആ റെക്കോർഡ്. അവര് മത്സരിക്കട്ടെ, കഴിവുള്ള ആൾ ജയിക്കട്ടെ. പിന്നെ ആര് ജയിച്ചാലും ആ വിജയം മോളുടെ കോളേജിലല്ലേ. അതല്ലേ ശരിയായ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? പപ്പ പറഞ്ഞത് മോക്ക് മനസ്സിലായി കാണുമല്ലോ. അർജുൻ, ഒരു ലെറ്റർ ഉണ്ട്. ഏട്ടന് കഴിഞ്ഞ ആഴ്ചയും ഏട്ടൻ്റെ കത്ത് കാണാഞ്ഞിട്ട് അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു. മത്സരം അടുത്ത് വരികയല്ലേ. പ്രാക്ടീസിൻ്റെ തിരക്ക് കാരണം കത്ത് എഴുതാനൊന്നും ഏട്ടന് സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സാരമില്ല, ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഏട്ടാ, സ്പോർട്സ് കൗൺസിലിൽ നിന്നും നമുക്ക് അനുകൂലമായ ലെറ്റർ വന്നു. ഏപ്രിൽ മാസത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏട്ടന് സന്തോഷമായില്ലേ? ഏട്ടൻ്റെ ആഗ്രഹം പോലെ പങ്കെടുക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും ഒന്നാമനായി എൻ്റെ ഏട്ടൻ ചാമ്പ്യനാകും. ആ വിജയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടോളാം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഏട്ടനോടൊപ്പം ഉണ്ടാകും. എൻ്റെ ഏട്ടനെ തോൽപ്പിക്കാൻ ഒരാൾക്കേ കഴിയൂ, ഏട്ടന് മാത്രം. മീറ്ററിൽ അർജുനെ തോൽപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വലുതാ അവന്റെ ലക്ഷ്യം. അച്ഛാ, ആകെ പ്രശ്നം തോന്നണേ. അവര് കട്ടക്കാട്ടെ രണ്ടുപേരും ഒരേ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യണേ. കുഞ്ഞാവറ സാറ് പറയുന്നത് നല്ല സ്റ്റാർട്ട് കിട്ടുന്ന ജയിക്കുന്ന. അപ്പോ അർജുന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കണം. അവന്റെ തുടക്കം പിഴച്ചാ പിന്നെ രാഹുലിന് ജയിക്കാൻ എളുപ്പമാണ്. സോ മത്സരത്തിന് മുമ്പ് അർജുനെ മാനസികമായി തളർത്തിയിരിക്കണം. അത് നടക്കും അച്ഛാ. യെസ്, ഹിയർ സ്റ്റാർട്സ് ദ കൗണ്ട് ഡൗൺ. ഗുഡ് മോർണിംഗ് സാർ. ഏയ്, എന്താ വെറും മോർണിംഗ്? ഗുഡ് ഇല്ലേ? അതെങ്ങനെ സാറിന്റെ ബാഡ് മോർണിംഗിൽ തുടങ്ങുകയല്ലേ? ഐ ഫോർഗെറ്റ് ഇറ്റ് മാൻ. സീ, ഈ ഡൂക്ലി പിള്ളേരല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരുമില്ലേ ഞങ്ങളോട് മത്സരിക്കാൻ? ഞാനിവിടെയൊക്കെ ഉണ്ടേ. ഞാനും. ആരാവൻ? സെബാസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാ. അതിന്റെ അഹങ്കാരം. പങ്കെടുത്ത ഒരൈറ്റത്തിനും അവനിതുവരെ തോറ്റിട്ടില്ല.
നമുക്ക് എന്താണ് പറ്റിയത് കുഞ്ഞവറ? ഇങ്ങനെ ഒരു തിരിച്ചടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. സാറ് വിഷമിക്കരുത്. 4-5 ഐറ്റങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ. എനിക്കുറപ്പാ നമ്മുടെ കുട്ടികൾ ഗെയിംസിൽ തോക്കില്ല. ആർവി കോളേജ് വളരെ മുമ്പിലാണ്. Well done, my boys, well done. ഇതുവരെ ജയിക്കാതിരുന്ന ഗെയിംസ് നമ്മൾ നേടി. ഇനി അത്ലറ്റിക്സ് നത്തിങ് ടു വറി. ഈ കപ്പ് നമുക്ക് സ്വന്തം. Yes, we are the best. എല്ലാ വർഷവും ഗെയിംസിലെങ്കിലും നമ്മൾ ജയിക്കുന്ന. ഈ പ്രാവശ്യം അതും പോയി. സോ വാട്ട്? ഗെയിംസിൽ നേടാൻ കഴിയാഞ്ഞത് അത്ലറ്റിക്സിൽ നേടണം. 10 പോയിന്റ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് നേടാൻ ഇവർക്ക് കഴിയും. ആൻഡ് ഐ ആം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. എന്താ കുഞ്ഞോറ? ഷുവർ സർ. അവർ ഗെയിംസ് തട്ടിയെടുത്തെങ്കിൽ നമ്മൾ അത്ലറ്റിക്സ് പിടിക്കും, പിടിച്ചെടുത്തിരിക്കും. ആർ യു റെഡി? This is the third call for 100 meters final. അർജുന്റെ ആദ്യ ഐറ്റമാണ്. On your mark. Set. മീറ്ററിൽ ഞാനില്ലാതിരുന്ന അവന്റെ ഭാഗ്യം. പക്ഷേ 200 മീറ്ററിലും റിലേയിലും നിന്നോട് മത്സരിക്കാൻ അവനും ഉണ്ടാവും. So what? I am the best. This is the third call for 200 meters final. അവന് സെബാസ്റ്റ്യൻ, ആർവി കോളേജിന്റെ തുറുപ്പ് ചീട്ട്. Hey, what happened, man? You are second, not first. Arjun, നിന്നേക്കാൾ 2 പോയിന്റ് മുന്നിലാണ്. I'm sorry, sir. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. I'm totally unfit. Hey, cheer up, man. ഇനി 800 മീറ്ററിലും റിലേയിലും നീ തന്നെ വിന്നർ. Understand? ഗൗരി, ഇനി 2 ഐറ്റംസ് ബാക്കിയുള്ളൂ.
400 മീറ്റേഴ്സും റിലേയും. ആ സെബാസ്റ്റ്യന് 3 ഐറ്റത്തിൽ 13 പോയിന്റ് ഉണ്ട്. ഇനി അവന് റിലേയും കൂടിയുണ്ട്. അർജുനാണെങ്കിൽ 10 പോയിന്റേ ഉള്ളൂ. അതിനെന്താ, അർജുൻ 2 ഐറ്റം ബാക്കിയുണ്ടല്ലോ. അതെ, റിലേയും പിന്നെ നിന്റെ ചേട്ടന്റെ ഐറ്റം 400 മീറ്റേഴ്സും. അതാ അടുത്തത്. ഞാനിപ്പോ വരാം. ഏട്ടാ വേണ്ട, മുമ്പായിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു എന്റെ അനിയത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നീ വാങ്ങിക്കൊടുത്ത സ്പൈക്സ് ഇട്ടോണ്ടാ അവൻ എനിക്കെതിരെ മത്സരിക്കുന്നത്. അർജുൻ, ഗൗരി എവിടെയും കാണുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു. ചിലപ്പോ ചേട്ടൻ തോക്കുന്നു പേടിച്ചിട്ടായിരിക്കും അല്ലേ? ഇല്ല അർജുൻ, അവിടെ എങ്ങുമില്ല. ഞാൻ നോക്കിയതാ. ഇനിയിപ്പോ എവിടെ പോയതായിരിക്കും? യു ക്യാരി ഓൺ. ഓൾ ദി ബെസ്റ്റ്. ഗൗരി ഇതോടെ പോയി. ഞാനും നോക്കിട്ട് വരട്ടെ. അവന്റെ സ്റ്റാർട്ടിംഗ് പിഴയ്ക്കും. കണ്ടോ? നമുക്ക് 5-3-8 പോയിന്റ്. എന്റെ കർത്താവേ, ഇനി റിലേ കൂടി ജയിച്ചാൽ കപ്പ്, ചാമ്പ്യൻഷിപ്പ്. എന്താടാ ഇത്? എന്താ പറ്റിയേ? ഒന്നുമില്ല. രാഹുൽ, വെല്ലുവിളി ഓർമ്മയില്ലേ? അവനോട് ഇപ്പൊ തന്നെ കോളേജ് വിട്ട് പോകാൻ പറ. Come on, say man, say. പറയാം. നമ്മൾ തമ്മിലൊരു ബെറ്റുണ്ടായിരുന്നു. ജയിച്ചയാൾ പറയുന്ന തോറ്റയാൾ കേൾക്കണമെന്ന്. പറഞ്ഞോളൂ. കൺഗ്രാറ്റ്സ്. ഡയലോഗ് മാറിയ എനിക്ക് വേണ്ടി തോറ്റു തന്നു അല്ലേ? തോൽക്കാൻ വേണ്ടി ഞാൻ ഓടിയിട്ടില്ല. പക്ഷേ ഓട്ടത്തിനിടയിൽ എപ്പോഴോ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. ആ ഒരു സെക്കൻഡിന്റെ ബലത്തിലാണ് നിങ്ങൾ ജയിച്ചത്. മച്ചാൻ ഐഡിയാസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഒരു ഗുണമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി മച്ചാന് ഗൗരിയുടെയും അർജുന്റെയും കല്യാണത്തിന് ബിരിയാണി ഇന്നാലോ? മച്ചാ, സംഗതി അറിഞ്ഞോ? അർജുൻ ചാമ്പ്യനാകാൻ പോവാ. ഇനി ഒരൊറ്റ ഐറ്റമേ ബാക്കിയുള്ളൂ, 4x400 മീറ്ററിലെ. അത് വിജയിച്ചാൽ നമ്മുടെ കോളേജിന് ചാമ്പ്യൻഷിപ്പ് കിട്ടും. അതോടെ അർജുൻ ചാമ്പ്യനാകും. അവൻ ചാമ്പ്യനാവില്ല, മത്സരിച്ചാലല്ലേ ചാമ്പ്യനാവും. വേണ്ട മച്ചാ, നമ്മുടെ കോളേജിനെ തോൽപ്പിച്ചിട്ട് നമുക്ക് അവനെ തോൽപ്പിക്കണ്ട. അതേ മച്ചാ, നമുക്ക് നമ്മുടെ കോളേജല്ലേ വലുത്. വല്ല തരിയടിയും കാണിച്ച കോളേജ് കാലുത്താൻ പറ്റില്ല. പിന്നെ സംഗതി സീരിയസ് ആവും. യെസ്,
യു ആർ റൈറ്റ്. നമുക്ക് നമ്മുടെ കോളേജാ വലുത്. ആ ഞാൻ റിലേക്ക് റെഡി ആവട്ടെ. ഓക്കെടാ പറ്റേ. എപ്പോഴും നമ്മോട് തോറ്റിരുന്ന അവന്മാരും നമുക്കൊപ്പം. ഈ റിലേയിൽ നമ്മൾ എന്ത് വില കൊടുത്തും ജയിച്ചിരിക്കണം. സെബാസ്റ്റ്യൻ, അർജുൻ അവൻ ചാമ്പ്യനായാൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡു ഇറ്റ്. ഞാൻ അട്ടീനു, നിനക്ക് ചെറിയൊരു പണിയുണ്ട്. ഈ മീറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പും ഒരു കോളേജിൽ നിന്ന് ലഭിക്കുകയാണ്. 4x400 മീറ്റേഴ്സ് റിലേയിൽ കൂടി ജയിച്ചാൽ BCM കോളേജ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നതോടൊപ്പം അതേ കോളേജിലെ അർജുൻ ഇൻഡിവിജ്വൽ ചാമ്പ്യനുമാകുന്നതാണ്. അതുപോലെ RV കോളേജിലെ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചാൽ പ്രസ്തുത കോളേജിലെ സെബാസ്റ്റ്യൻ ചാമ്പ്യനാകുന്നതാണ്. ആരാ? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീയാടാ പ്രശ്നം. ഈ ഇന്റർ കൊളീജിയേറ്റ് മീറ്റിൽ സമ്മാനദാനം നിർവഹിക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ഒളിമ്പ്യൻ ശ്രീമതി ഷൈനി വിൽസനെയും ഒപ്പം ഗുഡ്വേയുടെ MD ശ്രീ രജീന്ദ്രനെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. This is the first call for 4x400 meters relay. Oh my God. Come on, get ready. എവിടെ ചിന്നു അർജുനും? അവരിതിൽ എത്തിയില്ലേ? വായി നോക്കി കഥ പോയി നോക്കണോ? Come on, fast. Come on, get ready. അവനെവിടെ? അവരെ കാണാനില്ല സാർ, ഇവിടെ മുഴുവൻ നോക്കി. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? എടോ സെക്കൻഡ് ഗോൾ ആയടോ. താനിത് എവിടെ പോയി കിടക്ക? സെക്കൻഡ് ഗോൾ കഴിഞ്ഞു. അർജുൻ എവിടെ? അറിയില്ല. റെഡിയാവടോ? This is the third and final call for 4x400 meters relay. Come on, be brave. We are winning. Be brave. We are winning. വാ സർ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കി ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്ന നല്ലത്. അവനില്ലാതെ എങ്ങനെയാണോ? അവനല്ലേ നമ്മുടെ തുറപ്പ് ചെയ്തിട്ട്. സർ, സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോളേജ് ഡിസ്ക്വാളിഫൈ ആവും. ശരിയാ സർ, നമ്മൾ ഇനിയും വൈകിയാൽ. Go! 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 സാർ, പേടിക്കാനൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കണ്ട, അർജുൻ വരുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ട സാർ, അർജുൻ വന്നു. അർജുന്റെ കാലിലെന്താ പറ്റിയല്ലോ? അർജുൻ കാലിനെന്താ പറ്റി? ഒന്ന് വീണതാ. Athletes, please line up. Okay, best of luck. On your mark.
അവൻ ചതിച്ചു. Come on! Come on! Get up, come on! Come on! Come on! Come on! Speed up! Well done, നമ്മൾ ജയിച്ചു.